നമസ്കാരം. 29/12/2025 ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വീഡിയോ വല്ലാതെ മനസ്സിനെ സ്പർശിച്ചിട്ട് ഒരുപാട് ചിന്തിപ്പിച്ചു. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടം എന്ന് വെച്ചാൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരൊക്കെ ജാതി സ്പർദ്ധയൊക്കെ ഉണ്ടാക്കിയിട്ട് തമ്മിലടുപ്പിക്കാൻ തല്ലിക്കൊല്ലുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ പ്രശസ്തമുള്ള ഒരു വീഡിയോ ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ പാലക്കാട് നടന്നൊരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ ആ സ്റ്റേജ് അലങ്കരിച്ചിരിക്കുന്ന കണ്ടാലും മനസ്സിലാവും അതൊരു സഹോദര മതങ്ങൾ സംഘടിപ്പിച്ച പ്രോഗ്രാമാണ് എന്നുള്ളത്. കാരണം ആ സ്റ്റേജിൽ തന്നെ നമ്മുടെ സ്വാമി അയ്യപ്പൻ്റെ ആ ഫോട്ടോ തന്നെ വെച്ചിട്ടാണ് ശരിക്കും ആ പരിപാടി ആ സ്റ്റേജ് അലങ്കരിച്ചിരിക്കുന്നത്. ആ സ്റ്റേജിൽ ഓഡിയൻസ് ആയിട്ടിരിക്കുന്നവരൊക്കെ ശരിക്കും ആ അമ്മമാരുടെയൊക്കെ നെറ്റിയിലൊക്കെ കുറിയുണ്ട് കേട്ടോ. ആ കുറിയുണ്ട്. ആ സഹോദരിമാരൊക്കെ അങ്ങനെ ആസ്വദിക്കുകയാണ് ഈ പാടുന്നത്. ആ പാട്ട് പാടുന്ന സഹോദരൻ്റെ നെറ്റിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാലും മനസ്സിലാവും രക്തചന്ദനം അരച്ച കുറിയാണ് എന്ന് തോന്നുന്നു. എന്ത് തന്നെ ആയാലും ആ ഓഡിയൻസ് ശരിക്ക് ആ പാട്ട് ഇങ്ങനെ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി ആ രംഗം ആസ്വദിക്കുകയാണ്. ആ സഹോദരൻ്റെ പാട്ട് ബാക്കിൽ അയ്യപ്പ സ്വാമിയും ശരിക്കും ഓഡിയൻസിന് ശരിക്ക് കാണുന്ന ആ സഹോദരൻ്റെ പാട്ടും ആ സഹോദരൻ പാടിയ പാട്ട് ഏതാണെന്ന് അറിയാമോ? ഒരു പക്ഷേ ഇതും ഒരു വിവാദമായി മാറിയേക്കാം. എൻ്റെ ചങ്ങാതിമാരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളൊക്കെ ഇങ്ങനെ കുറേ ആൾക്കാർ കേട്ടോ ഭാരതത്തിലും കേരളത്തിലും ഒക്കെ ഇങ്ങനെ മത സൗഹാർദ്ദം ഇഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട്, നല്ല മനസ്സിൻ്റെ ഉടമ. അതുകൊണ്ട് ഈ തമ്മിലടിപ്പിക്കാനും സ്പർദ്ധ ഉണ്ടാക്കുന്നവർ നിങ്ങളൊരു സൈഡിലേക്ക് മാറുക. ഞാൻ പറഞ്ഞു വന്നത് ആ സഹോദരൻ പടി പാട്ടയെന്നറിയാമോ? മക്കയെക്കുറിച്ചും സംസം വെള്ളത്തെക്കുറിച്ചും ഖുറാൻ്റെ വിശേഷങ്ങളൊക്കെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ആ ഓഡിയൻസ് ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ആ സഹോദരൻ ബാക്കിലേക്ക് തിരിഞ്ഞിട്ട് സ്വാമിയേ ശരണമയ്യപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലോ. സ്വാമിയാണെല്ലാം, ഞാൻ എല്ലാം അങ്ങേൽ അർപ്പിക്കുന്നു എന്നാണ് അതിനർത്ഥം തോന്നുന്നത്. എന്തു തന്നെ ആയാലും അദ്ദേഹം പാടിയ പാട്ട് ഏതാണ്? തണലായി തുണയായി സംസം കിണറിന്നും അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം കാലപ്പഴക്കത്താൽ മാറ്റാൻ കഴിയുമോ ബിലാലിൻ സുന്ദര ബാങ്കോലികൾ? ഖുറാന്റെ കുളിരിടും വാക്യങ്ങൾ എന്നൂടെ കരളിലെ കറകൾ കഴുതഴുകിടുന്നു. ഞാൻ പാടിക്കൊളവാക്കിയോ എന്നറിയത്തില്ല. എന്ത് തന്നെ ആയാലും ഈ മതസ്പർദ്ധ ഉണ്ടാക്കുന്നവരോടൊക്കെ പറയാൻ ഞങ്ങൾ കുറച്ച് ആൾക്കാർ നല്ല രീതിയിൽ ജീവിച്ചു പോട്ടെ കേട്ടോ. നല്ല രീതിയിലെന്ന് വെച്ചാൽ ഇങ്ങനെ മനുഷ്യനെ സ്നേഹിച്ചും ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജാതിയും മതമൊന്നുമില്ല. അത് ഈ അയ്യപ്പ സ്വാമിക്ക് ജാതിയും മതവും ഇല്ല എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നല്ല ഭക്തർക്ക് ഉണ്ടാകത്തില്ല. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബും ആവാം. ഇബ്രിയിൽ നിന്നും കുയിൽ നിസാറാണ്. ബൈ.